ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ദാലിലേക്ക് എന്ന് പറഞ്ഞ ഫേമസ് സ്ഥലത്തേക്ക് ഞാൻ വഴിയിട്ടതാണ്. ഒരുമാതിരി കൊള്ള സങ്കേതത്തിൻ്റെ ഉള്ളിലേക്ക് കയറി പോണ പോലെ ഉണ്ട്. കാശ്മീരിൽ വന്നിട്ട് ഇതേപോലെ ഇരുട്ടത്ത് ഇങ്ങനെ ഒരു ചെറിയ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേടി ഉണ്ടാവുമോ? ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. അങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഡേ 5 ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇന്ന് നമ്മൾ ലഡാക്കിൽ നിന്ന് ടാക്സി ത്രൂ കാശ്മീരിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ടാക്സി അവിടെ നിന്ന് കിട്ടിയത് 3000 രൂപയാണ് അവർ പറഞ്ഞത് ഫ്രണ്ട് സീറ്റിലിരുന്ന് പോവാൻ. അപ്പോൾ ലാസ്റ്റ് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ 2500 ലാസ്റ്റ് ഫിക്സ് ചെയ്തത്. എറൗണ്ട് 9 മണിക്കൂറാണ് നമുക്ക് ടാക്സിയിലേക്ക് യാത്ര ചെയ്യേണ്ടത്. ഇപ്പം നമ്മളുള്ളതാണ് കാർഗിലിലെ ഒരു സിറ്റിയിലാണ് നമ്മളുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഇതാണ് നമ്മുടെ യാത്രക്കാർ കൂടെ ഉള്ളവരൊക്കെ. ഇപ്പൊ നമ്മള് കാർഗിലിൽ എത്തിയിട്ടാ. കാർഗിലില് രാത്രി 12 മണിയായി ഇപ്പോൾ ഇവിടെ. ദ്രാസ് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഞങ്ങളിപ്പോൾ ഇന്ന് കാശ്മീരിലേക്ക് പോണ കാറ്. ഇപ്പോൾ ഇവിടെ ചുമ്മാ ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങാം. ശ്രീനഗർ എത്തി. ശ്രീനഗറിൽ നിന്നൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ ശ്രീനഗറിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഫ്രോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ടാക്സിക്കാർ നല്ല റൂമുണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. എന്നിട്ട് എനിക്ക് റൂം ഇഷ്ടമായില്ല. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഗൂഗിളിൽ ഒരു സ്ഥലം നോക്കിയിട്ട് എന്നെ അവിടെ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്കൊരു ഹൗസ് ബോട്ടുണ്ട്, ആ ഹൗസ് ബോട്ടിലേക്ക് പോവാം, അത് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് കൊണ്ടുപോയി. അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ ഓട്ടോറിക്ഷയുടെ 100 രൂപ കൊടുത്തിട്ട് പൊക്കോളെ അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് ആക്കിയാൽ മതി, 100-200 തരാം. അങ്ങനെ പറഞ്ഞു. അധികം പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ നമ്മളെ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ കൊണ്ടാക്കി. അപ്പോൾ 200 രൂപ കൊടുത്തു. അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹോട്ടൽ ബുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരോട് പറയാം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു എന്ന് പറയാം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല, നമുക്ക് സ്വയം നോക്കാമല്ലോ. പിന്നെ എന്നിട്ട് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്ന സ്റ്റേയിലെത്തി. അവിടെ ഞാൻ ഓൾറെഡി ഇവിടെ എത്തിയത് 5:30-ക്കായിരുന്നു. 6:30 ഈ സ്റ്റേയിലേക്ക് എത്തി. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസപ്ഷനിൽ നമുക്ക് കിടക്കാനൊക്കെ ഉള്ളൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾക്ക് 10 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ അതുവരെ അവിടെ റെസ്റ്റ് ചെയ്യാനും ചാർജിങ്ങും എല്ലാം ഉണ്ട്, അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു എന്നിട്ട് പറയുക, ഒരു ഫ്രാഞ്ചൈസി പോലത്തെ ഒരു സംഭവമാണ്. ഗോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ ഒരു റിസോർട്ട് പോലൊരു സംഭവം. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തത്
4 പേര് ഒരുമിച്ച് നിൽക്കുന്ന പോലത്തെ ഡോർമെട്രി ടൈപ്പല്ലേ, അതുപോലത്തെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ വരുന്നത് 600 സംതിങ് ആണ് ഒരു ദിവസത്തേക്ക് വരിക. ഉള്ളിൽ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്കൊരു റൂം വേണമെങ്കിൽ അങ്ങനെയും നിൽക്കാം, കുഴപ്പമില്ല. നല്ലൊരു സ്ഥലം, ഇഷ്ടപ്പെട്ടു. ഇതാണ് റിസപ്ഷൻ ഏരിയയിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് കിടക്കുകയെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, 10 മണി വരെ അവരുടെ ചെക്ക് ഇൻ ടൈം വരെ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത്രയും നേരത്തെ വന്നാലും കുഴപ്പമില്ല. ആക്ച്വലി നല്ല നേരത്തെയൊക്കെ ചെക്കിന് മുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലവർ 2 സ്റ്റേ ഒക്കെ എടുക്കേണ്ടി വരും. കാലത്തൊട്ട് ഉച്ച വരെ ഒരു സ്റ്റേ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച തൊട്ട് പിറ്റത്തെ ദിവസം വരെ ഒരു സ്റ്റേ. ഇപ്പം ഇതങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കാശ്മീർ വന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ ഈ ചോളം മേടിക്കാമെന്ന് വിചാരിച്ചു, കുറച്ച് കഴിക്കാൻ. ഞാൻ കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഓരോന്ന് വഴിയിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓരോന്ന് കഴിക്കാം. കഴിച്ചു നോക്കട്ടെ. ട്രിപ്പ് തുടങ്ങിയിട്ട് നോൺ വെജ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു KFC കാണുന്നത്. കുറച്ച് ചിക്കൻ കഴിക്കട്ടെ, കുറേ നാളായി. കുറച്ച് ദിവസമായിട്ട് കഴിക്കാണ്ടിരുന്നിട്ടേ ഇപ്പം എന്ത് രസമാണെന്നറിയോ. ഇപ്പം ഞാനിത് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഗുൽമർഗിലേക്കുള്ള ഗേറ്റ് വേ എവിടെ ഇനി 38 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം. ഇപ്പോൾ നമ്മൾ ഗുൽമർഗിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ഞാൻ ആ KFCയിൽ കയറിയ സമയത്ത് കഴിക്കാനായിട്ട് ഒരു റൈസും ഒരു ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കാൻ പോവാ. ആ സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്താ രസം കാണാൻ. ഇതിലൊരു നല്ലൊരു സ്ഥലം നോക്കിയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഇവിടെ നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കാശ്മീർ വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് സ്കൂട്ടി, നമ്മൾ സ്റ്റേ ചെയ്യാനോടത്തുനിന്ന് തന്നെ സ്കൂട്ടി എടുത്തു. അപ്പോൾ ഞാൻ ഇനി കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. क्या शूटिंग है उधर? राजेश खन्ना मुमताज का JGC शंकर कांटा ना लगे कर दिया तेले नाम पे. ओके.
ओ जी सर। ये पेड़ से वो बनता है, हाँ, वो बिल्कुल, बोट बिल्कुल। पूरा हाँ बिल्कुल बिल्कुल। इस वुड का नाम है देवदार। उर्दार। जी सर। % you will see the Gulmarg. विदाउट स्नो, हाँ स्नो का बिना हमको देख सकते हैं. हाँ सुनो के बगैर आप फोटोग्राफी ले लो सर आराम से। ഉണ്ടല്ലോ നമ്മുടെ ഹൃത്തിക് റോഷൻ്റെയും പ്രീതി സിന്ധയുടെയും ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ സിനിമയുടെ പേര് എനിക്ക് ആൾ പറഞ്ഞത് ഇപ്പോൾ ഓർമ്മയില്ല. പിന്നെ ഹോഴ്സ് റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴി തെറ്റിയാലെന്താ, വഴി തെറ്റിയല്ല, ഷോർട്ട് കട്ടാണ്. ഗൂഗിളിന് ഞാനിന്ന് ഈശ്വര ഇതെങ്ങോട്ടാ ഈ കൊണ്ടുപോകുന്നേ. കിടിലൻ റോഡ്. ये दाल लेके ऐसा जाएगा ना? कहाँ जाना है आपको? दाल लेक गलियारा तो ये है ना? हाँ स्ट्रेट जाना कहाँ है आपको? गेट नंबर 1. गेट नंबर 1। यहाँ से जब ये रोड खत्म हो जाएगा ना, राइट जाना. Oh, thanks. പൊന്നെ ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഇവിടെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മനുഷ്യ കൊല്ലറിയില്ല. എന്തുപോലെ വഴികള്. പക്ഷെ ഇത് ചെന്ന് കയറണത് മെയിൻ റോഡിലേക്കാണെന്നാണ് പറഞ്ഞത്. നോക്കി നോക്കാം. ലെറ്റ്സ് സീ. ഇങ്ങനെ നമ്മള് മെയിൻ റോഡിലേക്ക് എത്തി. നമ്മളുള്ളത് ദാൽ ലേക്കിലെ ഗേറ്റ് നമ്പർ 23. ലേക്ക് ഗേറ്റ് നമ്പർ 23 ഓപ്പോസിറ്റാണ്. നിറച്ച് ഫുഡ് സ്പോട്ടുകൾ വരണേ. നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ചോളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചിക്കൻ കബാബ് സെറ്റപ്പുകൾ. കബാബുകളാണ് കൂടുതൽ കാണുന്നത്. കബാബ് എല്ലായിടത്തും കബാബ് കളിയാണല്ലോ. ട്രൈ ചെയ്യണ ബാർബിക്യൂ കബാബ്. ഇത് ഫുള്ള് കബാബ് സെക്ഷൻ. അത് കബാബ്, ഇതും കബാബ്, എല്ലായിടത്തും കബാബ്. എവിടെ നിന്ന് കഴിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് ആ ബ്രോൻ്റെ അവിടെ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നണം കാണാൻ. ഇത് ये फिश है, ये कौन सा है? फिश है ओके और ये मटन है और ये सर चिकन है और ये सर आपका फिश आ गया सर, ഓക്കെ. जो आपने ऑर्डर ഓർഡർ ചെയ്യാം. ഇതാണ് കട. റാഷിദ് ഫ്രഷ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. എന്നിട്ട് പിന്നെ പറയാം നാളെ. ഞാനിപ്പോൾ പറഞ്ഞേക്കണത് ഫിഷ്. അപ്പം ഞാൻ മീനും ഈ റൊട്ടിയും ഈ ചട്നിയും മിറൻ്റെയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ. ഇനി ഡേ 6 നാളെ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.